1 യോഹന്നാൻ 5:12 പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവൻ ഇല്ല. നിത്യജീവൻ അഥവാ ദൈവീക ജീവനെക്കുറിച്ച് എഴുതുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ അസന്നിഗ്ധമായി ഒരു പ്രഖ്യാപനം നടത്തുന്നു. അതാർക്കാണോ പുത്രനുള്ളത് അവർക്ക് ജീവൻ ഉണ്ട് എന്നാണ്. പുത്രൻ എന്നുദ്ദേശിക്കുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവിനെയും ജീവൻ എന്നുദ്ദേശിക്കുന്നത് നിത്യജീവൻ എന്നുമാണെന്ന് വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവനേക്കാൾ വിലയേറിയതായി മറ്റൊന്നുമില്ല. തൻ്റെ ജീവൻ വിലപേശപ്പെടുമ്പോൾ എന്ത് വില കൊടുത്തും അതിനെ നിലനിർത്താൻ ശ്രമം നടത്തുന്നത് ആയതിനാലാണ്. ജീവിതകാലം മുഴുവൻ വേദനയും കഷ്ടതയും സങ്കടവും പേറി ജീവിക്കാൻ ആരാണ് ഇഷ്ടപ്പെടുന്നത്? അങ്ങനെയെങ്കിൽ നിത്യത മുഴുവൻ നരകത്തിൽ ശിക്ഷയും യാതനയും സഹിച്ചു കഴിയാൻ ആരും തന്നെ ഇഷ്ടപ്പെടില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് ലഭിക്കാത്തതിനാലോ ലഭിച്ച അറിവ് അംഗീകരിക്കാൻ തയ്യാറാകാത്തതിനാലോ ആ യാഥാർത്ഥ്യത്തിലേക്ക് ഓരോ മനുഷ്യനും അതിവേഗം അടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ നിത്യനരകം ഒഴിവാക്കി നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാൻ മനുഷ്യന് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയം മാത്രമേ ആവശ്യമുള്ളൂ. അത് ദൈവപുത്രനായ സാക്ഷാൽ ജീവനായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നതാണ്. വെളിപ്പാട് പുസ്തകം 3:20 കാണുന്നത് പോലെ സുവിശേഷത്തിൻ്റെ സന്ദേശവുമായി യേശുക്രിസ്തു ഓരോ ഹൃദയങ്ങളിലും മുട്ടുന്നു. പരിശുദ്ധാത്മാവ് സ്നേഹത്തോടെ ദൈവത്തിൻ്റെ കൃപയിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. സംശയിക്കാതെ ആരൊക്കെയാണോ ആ സ്വരം അനുസരിച്ച് ദൈവപുത്രന് ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നത് അവർ ക്രിസ്തുവിലെ നിത്യജീവനുള്ളവരായി അനുഗ്രഹിക്കപ്പെടുന്നു. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ. യാതൊരു ധനമോ സ്ഥാനമോ കൊടുക്കാതെ സൗജന്യമായി ലഭിച്ച ഈ അനുഗ്രഹത്തെ നിസ്സാരമായി ഒരിക്കലും കാണരുത്. ഒരു സാഹചര്യത്തിലും ഈ കൃപയെ നഷ്ടമാക്കരുത്. അതുകൂടാതെ നമുക്ക് ദൈവത്തോടൊത്ത് വസിക്കാൻ കഴിയുകയില്ല. ജീവനുള്ള ദൈവത്തോടൊത്ത് നിത്യജീവനിൽ വാഴാൻ നാം ഒരുങ്ങുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.